ഞാൻ ഡുങ്കുറു, എൻ്റെ കഥയാണിത്. സോറി ഗായ്സ്, ഡുങ്കുറുവിൻ്റെ കഥയല്ല, എൻ്റെ കഥയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ലുലു മോളിലും ബീച്ചിലൊക്കെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. കുറേ കാലമായിട്ട് ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കാണാൻ, അങ്ങനെയാണല്ലോ. എൻ്റെ വക കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം നല്ല ബോറാണ് ഗൈസ്. പിന്നെ കുട്ടികളുടെ സെക്ഷൻ എത്തിയ സമയത്ത് എന്നും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമായിട്ടോ, നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് അസൂയുണ്ട്. കാരണം നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇതിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അസൂയ അത് പാർക്കിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ആ ഒരു വിഷമം അങ്ങോട്ട് തീർക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഐസ്ക്രീം അങ്ങോട്ട് കഴിച്ചു. ഈ ഏട്ടനെ ഞാൻ കുറച്ച് സോപ്പിട്ടൊക്കെ നോക്കി, പക്ഷേ കൂടുതൽ എന്തെങ്കിലും കിട്ടിയോന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. പിന്നെ ഉള്ള ഇതൊക്കെ വെച്ച് ഇതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ലിഫ്റ്റ് കയറി താഴോട്ട് വന്നു. അപ്പോൾ റീഡിങ് സെഷൻ കണ്ടു. പിന്നെ പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കരുത്. ഞാൻ നോക്കിയില്ല ഗൈസ്. പിന്നെ അങ്ങനെ താഴോട്ട് വന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുന്ന്. ഒന്നും വാങ്ങി തന്നില്ല. അച്ഛൻ പറഞ്ഞ് വേണമെങ്കിൽ ഫുഡ് എന്തെങ്കിലും നോക്കിക്കോ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ എല്ലാം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു കേട്ടോ. അത് നിങ്ങളെ കാണിച്ചു തരാം. നല്ല രസമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വെറൈറ്റി ഇല്ലേ? എന്നെ പോലെ തന്നെ ആ ഏട്ടനെ നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത്രയൊക്കെ വൈകിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം എവിടെ പോയാലും നമുക്ക് ഫസ്റ്റ് ഫുഡാണല്ലോ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ. വണ്ടി നോക്കുമ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളോട്ട് പോകുന്ന സമയത്ത് ആർക്കും ഇന്നെ വേണ്ട, എല്ലാവരും ഫസ്റ്റ് അങ്ങോട്ട് ഓടുകയാണ്. ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ വിശക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനും ഒരു സീറ്റ് അങ്ങോട്ട് പിടിച്ച്. എല്ലാവരും വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത്. ഒന്നും പറയാൻ രക്ഷയില്ല, അടിപൊളി ഫുഡാണ് കേട്ടോ. അങ്ങനെ മധൂത്തും മന്തിയും ഫ്രൈഡ് റൈസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിലൊന്നും വെച്ചാണ് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കില്ല. അങ്ങനെ ആർക്കും മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അച്ഛനൊക്കെ അങ്ങനെ വിളിച്ചിട്ടൊക്കെയാണ് മൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് എൻ്റെ ക്യാമറയിൽ നോക്കുമ്പോൾ ഭയങ്കര നാണാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതാ ക്യാമറ കണ്ട ലൈൻ കട്ട്. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, നല്ല സങ്കടം തോന്നി. കാരണം ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്യൂ. ഇതായിരുന്നു ബീച്ചിൻ്റെ അവസ്ഥ. ഒന്നും കണ്ടില്ല ഗൈസ്, ഫുൾ ഇരുട്ടാണ്, എന്ത് കാണാനാ. പിന്നെ ഇവരെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പഴയ കടയൊക്കെ വരുന്നതിന് മുമ്പുള്ള കേട്ടോ. ഞങ്ങൾ തിരിച്ച്